അമയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ അതൊക്കെ അറിയുന്നതിന് മുമ്പേ കാണുന്നതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുവരെ എനിക്ക് നല്ല ഒരു ഇത് തന്നെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതിനു മുമ്പ് എൻ്റെ ബാഗ് എടുക്കാൻ ഞാൻ മറക്കില്ല. ബാഗ് എടുത്തു. അപ്പം പുറത്തിറങ്ങിയിട്ട് കാണാം വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഡെയിലി എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിലൊരു പ്രധാന കാര്യമാണ് എന്നും എൻ്റെ ഭഗവാന്റെ അടുത്ത് വരിക എന്നുള്ളത്. എല്ലാം എൻ്റെ മഹാദേവനാണ്. അപ്പം എൻ്റെ മഹാദേവൻ്റെ മുമ്പിലേക്കാണ് പോകുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തും ഈ ലോകത്ത്. ഞാൻ എന്തിൻ്റെയും ആദ്യം കാണിക്കുന്നതും ആദ്യം ചെയ്യുന്നതും എൻ്റെ ഭഗവാനെയാണ് ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ തൊഴുത്തിട്ട് വരാം. ഇത് ഭഗവാന് ചാർത്തിയ ഭസ്മമാണ്. ഈ ഭസ്മം നെറ്റിയിലിടുമ്പോൾ പ്രത്യേക ഒരു ഇത് ദേവിക്ക് ചാർത്തിയതാണ്. ദേവിക്കിട്ട കുങ്കുമമാണ്. നമ്മളെ പൂജ അറിയാതിരിക്കും, മുമ്പ് പറഞ്ഞതാണ്. 2 പൂജ അമാവാസിയിലും അതുപോലെ തന്നെ പൗർണമിയിലും നടക്കുന്നുണ്ട്. അന്നൊക്കെ ഉപയോഗിക്കുന്ന അതേ ഭഗവാന് ഉപയോഗിച്ച അതേ സാധനങ്ങളാണ് നമ്മൾ നെറ്റിയിടുന്നത്. ഇതിടുമ്പോൾ ഒരു പ്രത്യേക ഒരു ആശ്വാസം എപ്പോഴും ഉണ്ട്. ഭഗവാന്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ ഒക്കെ ഒരുപാട് കാണും. ആ സമയത്തൊക്കെയും ഇവിടെ വന്നിരിക്കുമ്പോൾ, വിഷമങ്ങളില്ലാത്ത മനുഷ്യരില്ല ഈ ലോകത്ത്, പക്ഷെ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. എപ്പോഴും മനസ്സിലൊരു സമാധാനമുണ്ട്. അപ്പം അതെനിക്ക് എന്നും ഉള്ളതാണ്. ഇത് എന്നും എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെയും ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എൻ്റെ ഭഗവാനെയൊക്കെ തൊഴുത് എന്നുമുള്ള കാര്യങ്ങൾ ഭഗവാനെ തൊഴുത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അങ്ങനെ ഞാൻ ഡെയിലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ എൻ്റെ ഷോപ്പിലെത്തി. ഇത് ഷോപ്പെന്ന് പറഞ്ഞാൽ ജനസേവന കേന്ദ്രമാണ്. എല്ലാവർക്കും അറിയാവുന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും അത് തുച്ഛമായ എമൗണ്ട് ആണ്. അപ്പം നമ്മള് വരുമാനം എന്ന് പറയുന്നത്, ഞാനൊരു സ്ഥാപനം ഇട്ടേക്കുമ്പോൾ അത് ജനങ്ങളെ സേവിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമല്ലേ നോക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളും ഒരാളുടെ പേഴ്സണലി ഐഡന്റിറ്റി, അതുപോലെ പാസ്പോർട്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ പെൻഷൻസിന്റെ കാര്യം, ഇൻഷുറൻസിന്റെ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ID കാർഡ് എടുക്കുക, പിന്നെ ഒരുപാട് അങ്ങനെ ഇപ്പൊ പഞ്ചായത്ത് തല കാര്യങ്ങൾ വരും. അങ്ങനെ ഒരുപാട് വരും. ലാൻഡ് ടാക്സ് വരും, പ്രോപ്പർട്ടി ടാക്സ് വരും, ഫുഡ് സേഫ്റ്റി ഉണ്ടാവും, പരിവാഹൻ ഉണ്ടാവും, വാഹന ഇൻഷുറൻസ്, റവന്യൂ സർവീസ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ, പിന്നെ അങ്ങനെയുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ അഡ്മിഷൻസ്, ഇലക്ട്രിക് ബില്ല്, KSRTCയുടെ കാര്യങ്ങൾ, ഇപ്പൊ KSRTC പാസ് കൺസെഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അത്, പിന്നെ
സ്കൂൾ കോളേജ് അഡ്മിഷൻസ് അങ്ങനെ ഇതൊക്കെ. അപ്പൊ PSCയുടെയും അതുപോലെ SSCയുടെയും പല എഡ്യൂക്കേഷൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിവിടെ ഈ സേവനങ്ങളൊക്കെയും ഇവിടെ ലഭ്യമാണ്. ആക്ച്വലി ഇങ്ങനെ ഒരു കുഞ്ഞു സ്ഥാപനം ഇത് ഉള്ളിലോട്ടിരിക്കുന്നത് കൊണ്ട് കൈമനം ജംഗ്ഷനിലാണ്. അപ്പം ഇതെല്ലാവർക്കും അറിയില്ല, ഇത് കുറച്ച് അകത്താണ് ഇരിക്കുക. അപ്പം എന്റെ ക്ഷേത്രത്തിന്റെ മഹാലിംഗ ഘോഷയാത്രയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു നമ്മുടെ ജനസേവന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എപ്പോഴും ആർക്കും ഏത് സമയത്തും എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇപ്പൊ ലാമിനേഷൻ ഉണ്ടാവും, ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടാവും, DTP ഉണ്ടാവും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെയും ഈ സേവനങ്ങളൊക്കെയും നമുക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ DTP ചെയ്യുന്നുണ്ട്, ഡിസൈൻ വർക്കും ചെയ്യുന്നുണ്ട്. ഡിസൈൻ വർക്കേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്നൊരു ഡിസൈൻ വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, DTP ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെയും ഇവിടെ ലഭ്യമാണ്. ഈ പ്രദേശങ്ങളിലുള്ള എല്ലാ ആൾക്കാരും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരണം. എപ്പോഴും തിരക്കില്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. സർവീസ് ഒക്കെ കൃത്യമായി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. ഇതൊരു പരസ്യമാണോ എന്ന് വെച്ചാൽ പരസ്യം കൂടെ ആണെന്ന് വിചാരിച്ചോളൂ. കാരണം എന്റെ സ്വന്തം സ്ഥാപനമാണ്. ഇവിടെ നിന്നൊരു വരുമാനം കിട്ടിയാലാണ് എനിക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, സ്നേഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റത്തുള്ളൂ. അപ്പൊ ഫോട്ടോസ്റ്റാറ്റിനൊക്കെ തുച്ഛമായ എമൗണ്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പൈസയൊന്നും വാങ്ങുന്നില്ല. 100 കോപ്പി 200 കോപ്പി ഒക്കെ എടുക്കുമ്പോൾ അതിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനോട് നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അത് ഇവിടെ നിന്ന് തന്നെ അവൈലബിൾ ആയി കിട്ടുന്നതായിരിക്കും. വിളിച്ചു പറഞ്ഞായിരുന്നാലും ആ കാര്യങ്ങൾ ചെയ്തു വെക്കും. പിന്നെ ഈ OTP പോലെയുള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ ഇപ്പൊ എല്ലായിടും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അവരവരുടെ നമ്പർ വേണം പേഴ്സണലി. ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആള് വന്ന് തന്നെ ചെയ്യണമെന്നുള്ള ഒരു കാര്യവും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. സേഫായിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കുറെ നേരം വെയിറ്റിംഗ് ഒക്കെ വന്നിരുന്നാലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ഉണ്ടാവില്ല. എല്ലാവർക്കും ഭയങ്കര ഒരു സമാധാനത്തോടെയും ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ചൂടുള്ള സമയമൊക്കെ അല്ലേ, അപ്പൊ അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വരണം. അതോടൊപ്പം തന്നെ വരണമെന്ന് പറയാൻ നിങ്ങളുടെ എന്ത് ആവശ്യത്തിനും വരാം. എന്റെ ഈ കുഞ്ഞു സ്ഥാപനത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വരുമാന മാർഗം എന്ന് പറയുന്നതും എന്റെ ഈ ജനസേവന കേന്ദ്രം തന്നെയാണ്. അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബൈ.